പിന്നെ ഈ പഴയ വണ്ടികളുടെ ഫേസ് ലിഫ്റ്റ് ചെയ്യാന്നുള്ള കോൺസെപ്റ്റ് ഇല്ലേ, അതിന്റെ സംഭവം? തീർച്ചയായിട്ടും. ഇപ്പോൾ നമ്മൾ മാർക്കറ്റിൽ പൊതുവായിട്ട് കാണുന്ന ഒരു രീതി എന്താണെന്ന് വെച്ചാൽ പഴയ മോഡൽ വണ്ടികൾ എടുത്തിട്ട് ഫേസ് ലിഫ്റ്റ് ചെയ്ത് പുതിയ മോഡലിന്റെ ബോഡി കിറ്റ് ആയിട്ട് നമ്മൾ എല്ലാവരും അതെ ആ മൊത്തം വണ്ടിയുടെ ഒരു മേക്ക് ഓവർ മാറ്റുകയാണല്ലോ. അപ്പം അതിന് വേണ്ടി ഫുൾ ബോഡി കിറ്റ് നമുക്ക് സപ്ലൈ ചെയ്യാൻ പറ്റും. ബോത്ത് ബമ്പർ, സൈഡ് സ്കേർട്ടിങ്, ഹെഡ് ലാമ്പ്, റിയർ ലാമ്പ്, അങ്ങനെ ഡോർ സ്പോയിലേഴ്സ് മൊത്തം കിറ്റായിട്ട് നമുക്ക് സപ്ലൈ ചെയ്യാം. അതും ഞങ്ങൾക്ക് കോൺഫിഡൻസ് ഉണ്ട്. ഈ കേരളത്തിലുള്ള ആളുകൾ എൻക്വയറി നടത്തുന്നത് ദുബായ്, ബോംബെയിലോ അല്ലെങ്കിൽ ഡൽഹിയിലോ ഒക്കെയാണ്. ഈ ഡൽഹിയിലുള്ള സപ്ലൈസ് അവർ ക്വയറി നടത്തുന്നത് തിരിച്ച് ദുബായ്, യു എയിലും ചൈനയിലേക്കുമാണ്. ഈ സാധനം നമുക്ക് നല്ല പ്രൈസിന് കസ്റ്റമർക്ക് എത്തിച്ചു കൊടുക്കാൻ പറ്റും. മതി, തീർച്ചയായിട്ടും. പിന്നെ ഇപ്പോൾ എന്നെ കോണ്ടാക്ട് ചെയ്യാൻ പറ്റില്ല, ഷിജിനെ കോണ്ടാക്ട് ചെയ്താൽ മതിയല്ലോ. ഇനി മുതൽ നമുക്ക് അങ്ങനെ ജോയിന്റ് ആയിട്ട് അതങ്ങനെ ഒരു ആസൂത്രണം ചെയ്യാൻ മതി. തീർച്ചയായിട്ടും. അപ്പൊ കേരളത്തില് ഹൈ ക്ലാസ് വണ്ടികളുള്ള അല്ലെങ്കിൽ ദുബായ് മറ്റേ ബെൻസ് ആയിക്കോട്ടെ, BMW ആയിക്കോട്ടെ, ബെൻസിന്റെ ജീവാഗൻ അല്ലെ, ജീവാഗൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ റോൾസ് റോയ്സ് ആയിക്കോട്ടെ, തീർച്ചയായിട്ടും ഏത് തരത്തിലുള്ള വണ്ടികൾ, എത്ര കോടികളുടെ വണ്ടി നിങ്ങളുടെ കാറ് വീട്ടിലുണ്ടായിട്ട് സ്പെയർ പാർട്ട് കിട്ടാണ്ട് ഒരാളെ ഇനി ബുദ്ധിമുട്ടരുത്. അതിന്റെ ഒരു ചെറിയൊരു തുടക്കമാണ് നമ്മളിത്. കേരളത്തിൽ ഇനി ബെൻസും BMW ഒന്നും പേടിക്കണ്ട. സ്പെയർ പാർട്സ് കിട്ടാണ്ട് വീട്ടിൽ വണ്ടി ഇടണ്ട. താഴെ കാണുന്ന നമ്പറിലേക്ക് വിളിച്ചോ. ഏത് സ്പെയർ പാർട്ട് ആണെങ്കിലും അങ്ങോട്ട് ദുബായിൽ നിന്ന് സാധനം നിങ്ങളുടെ വീട്ടിലേക്ക് നമ്മുടെ ജോഷിയായിട്ട് എത്തിച്ചേരും. തീർച്ചയായിട്ടും. കേരളത്തിലെ മലയാളികളുടെ പ്രീമിയം കാറുകൾക്ക് പേടിക്കേണ്ട കാര്യമില്ല ഇനി. തീർച്ചയായിട്ടും സ്പെയർ പാർട്സുമായി ബന്ധപ്പെട്ടിട്ട് ഒരു തരത്തിലും ഒരു ആശങ്കയും ആരും കാണിക്കേണ്ട കാര്യമില്ല. ഞാൻ കൃത്യമായി പറയുന്നു. ഇത് ഒരു ആദ്യത്തെ തവണ ഒരു സർവീസ് ചെയ്ത് കഴിഞ്ഞാൽ അറിയാൻ പറ്റും എൻ്റെ സർവീസ് എങ്ങനെ, അതിൻ്റെ പാർട്സിൻ്റെ ക്വാളിറ്റി എങ്ങനെയാണ്. പ്രധാനമായിട്ടും ഞാൻ പറഞ്ഞില്ല, യൂസ്ഡ് സ്പെയർ പാർട്സ് ആണ് ഞാൻ സപ്ലൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ ക്വാളിറ്റി എങ്ങനെയാണ്, സർവീസ് എങ്ങനെയാണ്, ഒരു തവണ ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ അതിനുശേഷം നമ്മൾ വാക്കുകളേക്കാൾ ഉപരി അത് ഫീൽ ചെയ്യണമല്ലോ. തീർച്ചയായും കേരളത്തിൽ ഒരുപാട് പേരെ വീടുകളിൽ വണ്ടികളുടെ സ്പെയർ കിട്ടാണ്ട് ഷെഡിൽ കിടക്കുന്നുണ്ട്. അവർക്ക് വലിയൊരു സഹായമായിരിക്കും. ഓഫീസ് എടുക്കുന്നത് ദുബായില്. അതെ, ദുബായിലെ അജ്മാനിലാണ് ഓഫീസ്. ഞങ്ങളവിടെ ലോക്കൽ മാർക്കറ്റിൽ കൊടുക്കുന്നതിനേക്കാൾ ഉപരി ഒമാനിലാണ് എൻ്റെ കുറേ കൂടുതൽ ക്ലയൻസ് ഉള്ളത്. എനിക്ക് ഡൽഹിയിലുള്ള കുറച്ച് ക്ലയൻസുകളുണ്ട്, അവർക്ക് സപ്ലൈയും. അതുപോലെ കോഴിക്കോട്, തിരുവനന്തപുരം, അവർക്കൊക്കെ ഞാൻ അവിടെ നിന്ന് പാർട്സ് സപ്ലൈ ചെയ്യുന്നുണ്ട്. റെഗുലർ ബേസിൽ എന്നുണ്ടെങ്കിലും ഇത്തരത്തിലുള്ള അവൈലബിൾ അല്ലാത്ത സാധനങ്ങൾ എനിക്ക് ക്വയറി നടത്തുമ്പോൾ ഞാൻ അങ്ങനെ സപ്ലൈ ചെയ്യാറുണ്ട്. അപ്പോൾ എനിക്ക് കേരളത്തിൽ ഒരുപാട് പേര് വിളിക്കട്ടെ. തീർച്ചയായിട്ടും. താങ്ക് യു.